നമസ്കാരം. ട്രംപിനും ഭൂതഗണങ്ങൾക്കും ഇന്ത്യയോടാണ് തീർത്താൽ തീരാത്ത ദേഷ്യവുമായി. അത് റഷ്യയെ സഹായിക്കുന്നു എന്ന പേരിലാണ് എന്നത് വാസ്തവമാണെങ്കിൽ അമേരിക്ക ആദ്യം റഷ്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിച്ചു കാണിക്കണം. അതിനു പുറമെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ഇന്ത്യക്കും തുല്യ നീതി വേണം നൽകാൻ. ഇതൊന്നുമല്ലാതെ തോന്നിയതുപോലെ ഏകാധിപത്യത്തിന് ഓരോന്നു ചെയ്തു വെച്ച് അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കയ്യും കെട്ടി നിന്ന് അനുസരിക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? എന്നാൽ ഇതൊന്നുമല്ല, ഇതിനപ്പുറവും അമേരിക്ക ഉൾപ്പെടെയുള്ള വൻകിട രാജ്യങ്ങൾ ഇക്കഴിഞ്ഞ കാലങ്ങൾ കൊണ്ട് നേടിയ വികസനം ഇന്ത്യ അസ്ത്രവേഗത്തിൽ സ്വായത്തമാക്കുന്നത് കണ്ടുള്ള വിരളി കൂടിയാണ് എന്ന് വ്യക്തമാണ് ട്രംപിന്റെ പല വാഗ്വാദങ്ങളും ആരോപണങ്ങളും കണ്ടാൽ തന്നെ. എന്നാൽ ഇന്ത്യക്കെതിരെയുള്ള ആരോപണങ്ങളുടെ കെട്ടുകൾ അമേരിക്ക ഓരോ ദിവസവും കൂടുതൽ അഴിച്ച് പുറത്തേക്ക് വലിച്ചെറിയുകയാണെന്ന് പറയേണ്ടി വരും. ട്രംപിന് ഇതുവരെയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോര് അവസാനിപ്പിച്ചത് താനാണെന്നുള്ള ക്രെഡിറ്റ് എടുത്തതിന്റെ ആഘോഷം മാറിയിട്ടില്ല. അത് തുടരെ ആവർത്തിക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ കിങ്കരൻ നവാരോയുടെ ഇന്ത്യക്കെതിരെയുള്ള പടയൊരുക്കവും ആക്രോശവും. അതിന്റെ ഒരു അധ്യായം കഴിയുന്നതിന് മുൻപ് അടുത്തതുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും നവാരോ. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അനാവശ്യമായി വീണ്ടും ഇന്ത്യയെ വലിച്ചിഴച്ചുകൊണ്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സഹായിയും വൈറ്റ് ഹൗസ് ഉപദേഷ്ടാവുമായ പീറ്റർ നവാരോ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയും US തമ്മിൽ വ്യാപാര ബന്ധത്തിൽ കാര്യമായ വിള്ളലുകൾ വീണ സമയത്താണ് നവാരോ പ്രകോപനപരമായ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. റഷ്യ യുക്രൈൻ സംഘർഷത്തെ മോദിയുടെ യുദ്ധം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. രണ്ട് വൻകിട രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം, അതും ചുക്കാൻ പിടിക്കാനും തടയാനും ഒക്കെ തയ്യാറായി അമേരിക്കയെ പോലെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യക്ക് കഴിയുന്നു, ഇന്ത്യയാണ് അതിന് പിന്നിൽ നിന്ന് കളിക്കുന്നത് എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ഇന്ത്യ അമേരിക്കയോളം വളർന്നു എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ്. അതല്ലെങ്കിൽ അമേരിക്കയുടെ കഴിവുകേടെന്ന് പറയുന്നതാകും ശരി. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് റഷ്യയുടെ ആക്രമണത്തിന് ആക്കം കൂട്ടുകയും അമേരിക്കൻ നികുതി നായകർക്ക് മേൽ ഭാരം ചുമത്തുകയും ചെയ്തുവെന്ന് അവകാശപ്പെട്ട വൈറ്റ് ഹൗസ് ഉപദേഷ്ടാവ് നവാരോ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ഇന്ത്യക്ക് US തീരുവയിൽ 25% കുറവ് ലഭിക്കുമെന്നും പറഞ്ഞു. ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം ഉണ്ടായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനത്തിലേക്കുള്ള പാത ന്യൂഡൽഹി വഴിയാണ് എന്ന് അദ്ദേഹം മുൻപ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ യുദ്ധം ഇന്ത്യയുടെ സ്വാധീന ഫലമാണ് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. എതിർപ്പുകൾക്കിടയിലും റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുന്നതിന് ഇന്ത്യയെ ശിക്ഷിക്കുന്നതിനായി കൊണ്ടുവന്ന 50% തീരുവ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിലാണ് നവാരോയുടെ ഈ പരാമർശം. ഇന്ത്യയുമായി US ചർച്ച നടത്തുന്നുണ്ടോ എന്നും തീരുവയിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾക്കും യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അദ്ദേഹം മറുപടി നൽകിയത്. ഇത് വളരെ എളുപ്പമാണെന്നും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി യുദ്ധതന്ത്രത്തെ പോഷിപ്പിക്കാൻ സഹായിച്ചാൽ ഇന്ത്യക്ക് നാളെ തന്നെ 25% കിഴിവ് ലഭിക്കുമെന്നുമായിരുന്നു നവാരോ പറഞ്ഞത്. തനിക്ക് ആശയക്കുഴപ്പമുണ്ടെന്നും കാരണം മോദി ഒരു മികച്ച നേതാവാണ് എന്നും നവാരോ സമ്മതിക്കുന്നുണ്ട്. പക്വതയുള്ള ആളുകൾ ഇത് നടത്തുന്നത് ഒരു പക്വതയുള്ള ജനാധിപത്യമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ നയങ്ങളിൽ അദ്ദേഹം നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യക്കാർ ഇതിനെക്കുറിച്ച് വളരെ അഹങ്കാരികളാണ് എന്നതാണ് തന്നെ അസ്വസ്ഥതമാക്കുന്നതെന്നും ആരിൽ നിന്ന് വേണമെങ്കിലും എണ്ണ വാങ്ങാമെന്ന നിലപാടാണ് അവർക്കെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യയുടെ അഹങ്കാരം മോദി എന്ന മനുഷ്യന്റെ ചങ്കുറപ്പും ധൈര്യവുമാണ്. മോദി മുന്നിൽ നിന്ന് ധൈര്യത്തോടെ ഏതു വെല്ലുവിളിയും നേരിടാൻ തയ്യാറായി നിൽക്കുമ്പോൾ പിന്നിൽ ഇന്ത്യൻ ജനത മുഴുവൻ അണിനിരക്കുന്നുവെങ്കിൽ ട്രംപിന്റെ കൈക്കരുത്തിനും ഹുങ്കിനും നേടാൻ കഴിയാത്ത ജനവിശ്വാസവും കെട്ടുറപ്പും ഉണ്ടാക്കിയെടുക്കാൻ മോദിക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ്. മോദിയെ അന്യരാജ്യങ്ങൾ പോലും വിശ്വസിക്കുകയും മോദിയുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മോദി ട്രംപിനേക്കാൾ എത്ര ഉയരത്തിലാണ് എന്ന് ഇനിയെങ്കിലും ട്രംപ് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച